എല്ലാവർക്കും നമസ്കാരം. സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Three of Cups, Queen of Swords, Page of Pentacles, Five of Cups, Six of Cups, Five of Wands. ആദ്യം തന്നെ 3 of Cups and 6 of Cups എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. ഒത്തിരി സന്തോഷ മുഹൂർത്തങ്ങളും സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിമിഷങ്ങൾ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം നാളുകളായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം സാധ്യമാകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാവാം. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. നല്ല പുതിയ സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ ആളുകളെ കാണുക, സംസാരിക്കുക, അങ്ങനെയുള്ള ആളുകളായിട്ട് നല്ലൊരു കണക്ഷൻ സ്ഥാപിക്കാൻ പറ്റുക. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉള്ളതിനോടൊപ്പം തന്നെ പഴയ സൗഹൃദങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന സമയമാണ്. സൗഹൃദങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കൾ, യാത്രകൾ, സൗഹൃദങ്ങൾ, കൂട്ടായ്മകളുടെയൊക്കെ ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ബെസ്റ്റീസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന ആളുകളായിട്ട്, അത് പ്രായഭേദമന്യാണ്. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം യാത്രകൾ പോകുന്നത്. പ്രായമായിട്ടുള്ള റിട്ടയർമെൻറ്റ് ഫേസിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ റിട്ടയർ ആയതിനു ശേഷം നിങ്ങൾ പ്രായമായിട്ട് യാത്രകൾ പോകുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് ഒരു ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കുന്നതാവും. മറ്റു ചിലർ വിനോദസഞ്ചാരത്തിന് റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ച് പോകുന്നതാവാം. അതേപോലെ തന്നെ വീട്ടമ്മമാരാണെങ്കിൽ കുടുംബശ്രീയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടമ്മമാരുടെ കൂട്ടായ്മകൾ, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് യാത്രകൾ പോകുന്ന കൂട്ടായ്മയുടെ ഒരു സമയമാണ്. അപ്പം ഒത്തിരി പേര് ഒരുമിച്ച് ചേർന്നിട്ടുള്ള യാത്രകൾ, ഒത്തിരി പേര് ഒരുമിച്ച് ചേർന്നുള്ള ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെ സമ്മാനിക്കുന്ന ഒരു സമയമാണ്. പല ബന്ധങ്ങളിലും ശരിക്കൊരു മ്യൂച്വലായിട്ട് നല്ല സ്നേഹവും പ്രണയവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ സമയങ്ങളിൽ എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്യുന്ന, അതെല്ലാം ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി പറഞ്ഞു തീർക്കുന്ന, വീണ്ടും ആ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാവുന്ന ഒരു സാഹചര്യമാണ്. കൂടുതലായിട്ട് സൗഹൃദത്തിലും പ്രണയത്തിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നല്ല സെൻസിറ്റീവായിട്ട് നല്ല വികാരങ്ങൾ ഉണർത്തുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാം. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് ക്യൂൻ ഓഫ് സോർഡ്സ് ആൻഡ് 5 of Cups എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് 5 of Cups എനർജി കണക്ഷൻ നിങ്ങൾ കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ പാസ്റ്റ് ഫെയിലിയേഴ്സ്, ജീവിതത്തിൽ സ്വയം സെൽഫ് പിറ്റി, നിങ്ങളോട് തന്നെ എപ്പോഴും സഹതപിച്ചു കൊണ്ടിരിക്കുന്ന, സങ്കടപ്പെട്ട് ഡിസപ്പോയിൻമെൻറ്റ്, ഇതൊക്കെ മാറ്റിവെക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ പെയിൻഫുൾ ആയിട്ടുള്ള, വളരെ സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചതി, വഞ്ചനയൊക്കെ ലഭിച്ചിട്ടുള്ളവരും അങ്ങനെയുള്ളവർ ചിലപ്പോൾ ബന്ധങ്ങളിൽ തന്നെ വെറുത്തു പോയിട്ടുള്ളവരാവാം. ചില ബന്ധങ്ങൾ, ചില സുഹൃത്തുക്കൾ നിങ്ങളെ വളരെയധികം പുറകിൽ നിന്ന് കുത്തി എന്നൊക്കെ പറയുന്ന പോലെ ചില ആളുകൾ സുഹൃത്തുക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, കുടുംബത്തിലുള്ളവരായിരിക്കാം, സഹോദരങ്ങളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരും അതിൽ തങ്ങി നിന്നിരുന്നവർ, അതൊക്കെ കഴിഞ്ഞ കാലമായിട്ട് മറന്നിട്ട് നിങ്ങളുടെ എല്ലാ നെഗറ്റിവിറ്റീസും, നിങ്ങളുടെ ഉള്ളിലുള്ള ആ സെൽഫ് പിറ്റി, നെഗറ്റിവിറ്റി എല്ലാം റിലീസ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ കഴിഞ്ഞുപോയ അധ്യായം അത് മുന്നോട്ടേക്ക്, അതായത് ഒരു പുസ്തകത്തിൻ്റെ ആ താള് മറിച്ച് അടുത്ത പേജിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളൊരു സമയമാണ്. റീക്ലെയിം
യോർ ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളൊരു തൃപ്തിയും കാര്യങ്ങളും ഒക്കെ. അതിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജീസിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ സ്വയം വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന മിസ്കമ്മ്യൂണിക്കേഷനൊക്കെ മാറി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. വളരെ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. എല്ലാം വളരെ ലോജിക്കലായിട്ട് യുക്തിയുക്തമായിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ്. എല്ലാം അനാവശ്യമായിട്ട് ഉള്ള ഗോസിപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്മോൾ ടോക്സിനൊന്നും നിങ്ങൾ നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് ജോലിയിലായാലും ചില വ്യക്തികളായിട്ട് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് നേരമില്ല. കാരണം നിങ്ങൾ ഒത്തിരി തിരക്കുള്ള വ്യക്തിയാകാണ്. നിങ്ങൾക്ക് വർക്കിലാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പല കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു കമ്പാഷനേറ്റ് കൂടിയായിട്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാം. വളരെ ഷാർപ്പായിട്ട് ചിന്തിച്ച് കെയർഫുള്ളായിട്ട് കൺസിഡർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആളുകളോട് വളരെ ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ടൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ട് യുക്തിയുക്തമായിട്ടൊക്കെ ചിന്തിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു കാര്യം എങ്ങനെയാണോ അത് മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ പ്രത്യേക കഴിവായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ളതും നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങളുടെ മേലധികാരികൾക്ക് മനസ്സിലാകുന്ന സമയമാണ്. അതുകൊണ്ട് ജോലിയിൽ വലിയ ഉയർച്ചയിലേക്ക് പോകാൻ അവസരം നൽകുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യത ഏറി നിൽക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് സോഡ്സ് ആൻഡ് 4 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സമയം. ഒത്തിരി ബഹളങ്ങളായിരിക്കും. ബഹളങ്ങൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടല്ല, ആഘോഷങ്ങൾ, ഒത്തിരി ആളുകൾ നിങ്ങൾക്ക് ചുറ്റും, പല കാര്യങ്ങൾ, അത് ചെയ്യണം ഇത് ചെയ്യണം, പല ആളുകളുമായിട്ട് ചേർന്നിട്ടുള്ള ആഘോഷങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു സന്തോഷമായിരിക്കാം, വിവാഹത്തിൻ്റെ മംഗളകർമ്മങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേർന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. പിന്നെ ഈ ഒരു മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യു ആർ ബിൽഡിങ് ഫൗണ്ടേഷൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ. ഓഫ് കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ പലരും പല നല്ല പൊസിഷനിൽ നിൽക്കുകയാണ് എങ്കിൽ കൂടിയും അതൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അടിത്തറ പണിയുന്ന സമയമാണ്. അതായത് വലിയൊരു മാസീവ് ഷിഫ്റ്റ് വരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കമ്മ്യൂണൽ ബ്ലിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ചിന്താഗതിയിലായിക്കൊള്ളട്ടെ പ്രവൃത്തിയിലായിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് മൈൽ സ്റ്റോൺ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഫാമിലിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം എന്നുള്ളത് കൂടിയിട്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പഴയ സുഹൃത്തുക്കൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. പഴയ സുഹൃത്തുക്കളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ഗുഡ് ന്യൂസ്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് ഗുഡ് ന്യൂസ് കേൾക്കുന്നുണ്ട്. പുതിയ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പുതിയ ട്രെയിനിങ്സ് കാര്യങ്ങൾ ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ, ട്രെയിനിങ്ങും മറ്റും ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും പുതിയ സ്കിൽസ് നേടാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പ്ലേസിലാണ്. നിങ്ങൾ ഒരു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന ഒരു നല്ല ബന്ധങ്ങൾ, സാമ്പത്തികമായിട്ട് മുന്നേറ്റം, ജോലി സംബന്ധമായിട്ടുള്ള മുന്നേറ്റം, അങ്ങനെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഉള്ളിലുള്ള മാജിക്ക് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ ലൈഫിൽ ഒരു പ്രോഗ്രസ് ആണ് സൂചിപ്പിക്കുന്നത്. അറ്റ് എ ടൈം ഒരു സ്റ്റേജ്, ആ 1 സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ്, അങ്ങനെ പടിപടിയായിട്ടുള്ള ഒരു ഉയരത്തിലേക്കാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് കണ്ട് തീരുമാനിക്കുന്ന സമയമാണ്. അത് ജോലി ആയിക്കോട്ടെ, ഫിനാൻസ്, ബന്ധങ്ങൾ, എല്ലാ കാര്യത്തിനും പൊതുവേ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. പ്ലാനിങ്, സ്ട്രാറ്റജി, പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുന്ന, ഫൗണ്ടേഷൻ ഇടുന്ന സമയമാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.